ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന ചേച്ചിയെ കുറിഞ്ഞ രുക്കു പറഞ്ഞ ദേഷ്യത്തിൽ അച്ചു അവളെ അടിക്കുകയാണ്. ഈ പ്രവൃത്തി താങ്ങാനാവാതെ രുക്കു അമ്പാട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് രുക്കു പറഞ്ഞത് അച്ചുവിനെയാണെങ്കിലും വലിയ സങ്കടത്തിലാഴ്ത്തി. അച്ചുവിന്റെ പ്രവൃത്തി ഒരു അബദ്ധമായിരുന്നുവെന്നും ചേച്ചിയോട് മാപ്പ് പറയേണ്ടെന്ന് അവൾ പറഞ്ഞതിലുള്ള ദേഷ്യത്തിലാണ് കയ്യൊക്ക് സംഭവിച്ചതെന്നും അച്ചു അർച്ചനയോട് തുറന്നു പറയുന്നുണ്ട്. എന്നാൽ രുക്കു പോയതിലുള്ള വിഷമം അവന് മറച്ചു വെക്കാനാവുന്നുമില്ല. അങ്ങനെ അച്ചുവിനെ ആശ്വസിപ്പിച്ച അർച്ചന പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയ രുക്കു ഒരു വിളിക്കായി കാത്തിരിക്കുകയായിരിക്കാം എന്ന് അവനോട് പറയുന്നു. രണ്ടുപേർ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന അർച്ചനയുടെ ഉപദേശം അച്ചുവിനാണെങ്കിലും ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ രാത്രിയിൽ അച്ചു രുക്കുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്യാതെ കിടക്കുകയാണ്. ഇത് അച്ചുവിന് കൂടുതൽ വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അർച്ചനയും അച്ചുവും ചേർന്ന് രുക്കുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അർച്ചനയെ ചന്ദ്രൻ അനാവശ്യമായി സംസാരിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പണ്ടത്തെ അർച്ചനയല്ല ഇന്നത്തെ. ചന്ദ്രയ്ക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട് അർച്ചന തന്റെ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അവിടെ നിന്റെ വിജയേട്ടന്റെ നിയമം കണ്ട് ഞാൻ പേടിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇനി പുതിയ വല്ല നിയമം ഉണ്ടെങ്കിൽ അത് അമ്പാട്ടേക്ക് വന്നേരെ. ഈ മറുപടി കേട്ട് ചന്ദ്ര ദേഷ്യത്തോടെ നിൽക്കുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. രുക്കു തിരികെ വരുമോ? അച്ചുവിന്റെ വിഷമം തീരുമോ? ചന്ദ്രയും അർച്ചനയും തമ്മിലുള്ള പോര് എവിടം വരെ എത്തും? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. ഗുഡ് നൈറ്റ്.